എല്ലാവർക്കും നമസ്കാരം. ഈ ഗ്രാമത്തിലേക്ക് കടന്നു വരുന്ന സമയത്ത് ഞാൻ എൻ്റെ സുഹൃത്ത് ശ്രീ ബിജുരാജിനോടൊപ്പം കാറിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ബിജു എനിക്ക് പറഞ്ഞു തരികയായിരുന്നു, ഇതാണ് പുസ്തക ഗ്രാമം, കേരളത്തിലെ ആദ്യത്തെ പുസ്തക ഗ്രാമം ഇതാണ് എന്ന് പറഞ്ഞു. അതിനുശേഷം പല സ്ഥലത്തും അവർ ചൂണ്ടിക്കാണിച്ചു, പുസ്തക കൂടുകൾ ചൂണ്ടിക്കാണിച്ചു. അവിടെ വന്ന ആളുകൾക്ക് പുസ്തകമെടുക്കാം, വീട്ടിൽ പോയിട്ട് വായിക്കാം. സ്വാഭാവികമായിട്ടും ഒരു നാടിൻ്റെ, ഒരു ഗ്രാമത്തിൻ്റെ സംസ്കാരം ഉടലെടുക്കുന്നത് അവനവനിൽ നിന്നുള്ള അറിവ് നേടാൻ സാധിക്കുമ്പോഴാണ്. അവനവനിൽ നിന്നുള്ള അറിവ് നേടുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ധാരാളം വായിക്കുക, കണ്ണുകൾ തുറന്നു വയ്ക്കുക, കാതുകൾ തുറന്നു വയ്ക്കുക, ഹൃദയം തുറന്നു വയ്ക്കുക. അതിലൂടെ പുറത്തുള്ള കാര്യങ്ങളെ അറിയാനുള്ള ഒരു വ്യഗ്രത ഉള്ള ഒരു ഗ്രാമം ഉണ്ടെങ്കിൽ ആ ഗ്രാമത്തിൽ തന്നെയാണ് തീർച്ചയായിട്ടും നല്ല സംസ്കാരം ഉണ്ടാവുക എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. പുസ്തകത്തിലെ വാക്കുകൾ, വരികൾ നമ്മുടെ ചിന്തകളെ പലപ്പോഴും മാറ്റിമറിക്കുന്ന ഘട്ടമുണ്ടാവും. ഞാൻ 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് എം മുകുന്ദൻ്റെ ദൈവത്തിൻ്റെ വികൃതികൾ എന്ന് പറയുന്ന പുസ്തകം വായിക്കുന്നത്. ഇപ്പോഴും അതിലെ ആദ്യ പേജിലെ വരികൾ എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഇങ്ങനെ പതിഞ്ഞു കിടക്കുന്നുണ്ട്. എല്ലാ ഗ്രാമങ്ങളിലെന്ന പോലെ മയ്യഴി രാജ്യത്തും ഒരു ജാലവിദ്യക്കാരനുണ്ടായിരുന്നു. മഹിമദാമയുടെ സായിപ്പും മൈക്കലിൻ്റെയും എൽസിയുടെയും പപ്പയുമായ അൽഫോൻസ് അച്ഛൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് അതിൻ്റെ ആദ്യത്തെ ചാപ്റ്റർ ആരംഭിക്കുന്നത്. ഒരു ജാലവിദ്യക്കാരനാവാൻ കൊതിച്ച ഒരു കുട്ടിയായതുകൊണ്ട്, സ്വാഭാവികമായും അന്ന് മാജിക് പഠിച്ചു തുടങ്ങിയ കാലമായതുകൊണ്ട്, എന്നെ സംബന്ധിച്ചിടത്തോളം മാജിക്കുകാരൻ്റെ ഒരവസ്ഥയെക്കുറിച്ച് അറിയാൻ വേണ്ടി ആ പുസ്തകം കയ്യിൽ നിന്ന് താഴെ വയ്ക്കാതെ ആ പുസ്തകം ഞാൻ മുഴുവൻ വായിച്ചു തീർത്തു. ആ പുസ്തകത്തിനകത്ത് അൽഫോൻസ് അച്ഛൻ എന്ന് പറയുന്ന ഈ ജാലവിദ്യക്കാരൻ മയ്യഴിപ്പുഴയുടെ തീരങ്ങളിലൂടെ ഇന്ദ്രജാലം കാണിച്ചു നടന്ന് അതിൽ നിന്ന് കിട്ടിയ വരുമാനം കൊണ്ട് ചില്ല് ജാലകങ്ങളുള്ള ഒരു കൊട്ടാരം പണിത് സുഖസമൃദ്ധമായി ജീവിക്കുന്ന ഒരു ജാലവിദ്യക്കാരനാണ് അൽഫോൻസ് അച്ഛൻ. പക്ഷേ ഒരു പ്രത്യേക ഘട്ടത്തിൽ അദ്ദേഹം കൂട്ടുകാർക്കിടയിൽപ്പെട്ട് ജാലവിദ്യാ പരിപാടിക്ക് പോകുമ്പോൾ അവിടെയുള്ള സൽക്കാരങ്ങളിൽ പങ്കെടുത്ത് മദ്യത്തിനും മയക്കുമരുന്നിനും അടിമയാവുകയും അൽഫോൻസ് അച്ഛൻ്റെ ഗതി മാറി ഒഴുകുകയും ചെയ്യുന്നുണ്ട്. എം മുകുന്ദൻ്റെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ കഞ്ചാവിൻ്റെ പുക പോലെ മയ്യഴിപ്പുഴയുടെ തീരങ്ങളിലൂടെ അലഞ്ഞു നടക്കുന്ന ഒരു കഥാകാരനായിട്ട്, അല്ലെങ്കിൽ ഒരു ജാലവിദ്യക്കാരനായിട്ട് ഈ വ്യക്തി മാറുകയാണ്. പിന്നെ ഉണ്ടാവുന്ന ഘട്ടം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അദ്ദേഹത്തിൻ്റെ വീട് വിൽക്കുന്നു, ഉണ്ടാക്കിയ സമ്പാദ്യം മുഴുവൻ അദ്ദേഹം കളയുന്നു. ഈ മദ്യത്തിനും മയക്കുമരുന്നിനും വേണ്ടി തേടി നടന്ന് കഞ്ചാവിൻ്റെ പുറകെ കൂടി അദ്ദേഹം എല്ലാം ഇല്ലാത്തവനായിട്ട് മാറുന്നു, ഒന്നുമില്ലാത്തവനായിട്ട് മാറുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് വണ്ണാൻ ഇന്ദ്രൻ എന്ന് പറയുന്ന ഒരാൾ ഈ അൽഫോൻസ് അച്ഛനോട് വന്ന് പറയുന്നുണ്ട്, നമ്മളെ മാധവേട്ടൻ ദുബൈയിൽ നിന്ന് വന്നിട്ടുണ്ട്, ഓരോ പുരയിലും ഞങ്ങൾക്ക് ഒരു മാജിക് കാണിച്ചുകൂടെ സായിബേ എന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനെ തൻ്റെ ബാഗും പന്തും ചീട്ടുമെല്ലാം കയ്യിലെടുത്തുകൊണ്ട് ഈ അൽഫോൻസ് അച്ഛൻ മാധവന്റെ വീട്ടിലേക്ക് പോവാണ്. അവിടെ ആളുകൾ കൂടിയിരിക്കുമ്പോൾ ഈ ബാഗിൽ നിന്ന് പന്തും ചീട്ടുമെല്ലാം കയ്യിലെടുത്ത് ജാലവിദ്യ കാണിക്കാൻ വേണ്ടി തുടങ്ങുമ്പോൾ കൈ വിറയ്ക്കുകയാണ്. കൈ വിറച്ചതിന് ശേഷം ഈ പന്തും ചീട്ടുമെല്ലാം താഴേക്ക് പൊഴിഞ്ഞു വീഴുമ്പോൾ മാധവൻ പോക്കറ്റിൽ നിന്ന് കുറച്ച് പണമെടുത്ത് ഈ അൽഫോൻസിന്റെ കയ്യിൽ വെച്ചുകൊണ്ട് ചോദിക്കുന്നുണ്ട്, സായിവ് മാജിക്കെല്ലാം മറന്നുപോയോ എന്ന് ചോദിക്കുന്നുണ്ട്. അവിടെ അൽഫോൻസ് അച്ഛന്റെ കണ്ണിൽ നിന്ന് ചുടുചോര പോലെ കണ്ണീരൊഴുക്കിക്കൊണ്ട് അൽഫോൻസ് അച്ഛൻ പറയുന്നുണ്ട്, കള്ളിനും കഞ്ചാവിനും അടിമയായ എൻ്റെ മാധവ, തോറ്റുപോയി ഞാൻ എന്ന് പറയുന്നുണ്ട്. ഞാൻ നിങ്ങളുടെ സാക്ഷി നിർത്തിക്കൊണ്ട് പറയുകയാണ്, ആ പുസ്തക വായന അന്ന് ഞാൻ ഉറപ്പിച്ചു, ഒരു ജാലവിദ്യക്കാരനായിട്ട് ഉയരണം എന്നുണ്ടെങ്കിൽ ജീവിതത്തിൽ ഒരിക്കൽ പോലും എന്തെങ്കിലും സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാലും ഒരു തുള്ളി മദ്യം തൊടരുത്, ഒരു സിഗരറ്റ് വലിക്കരുത് എന്ന 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞാൻ ഉറപ്പിച്ചു. ഞാൻ ഇന്ന് വരെ എൻ്റെ ജീവിതത്തിൽ ഒരു തുള്ളി മദ്യം തൊട്ടിട്ടില്ല, ഒരു സിഗരറ്റ് വലിച്ചിട്ടില്ല. അപ്പൊ ഞാൻ പറയുന്നത്, വായന എന്ന് പറയുന്നത്, ഒരു പുസ്തക ഗ്രാമം എന്ന് പറയുമ്പോൾ ഇവിടെയുള്ള കുട്ടികളെ നിങ്ങൾ പഠിപ്പിക്കുന്നത് എന്ത് എന്നൊരു ചോദ്യം അവിടെ പ്രസക്തമാണ്. നിങ്ങൾ പഠിപ്പിക്കേണ്ടത് എന്ത് എന്നൊരു ചോദ്യം ഒരു പ്രസക്തമാണ്. ഇവിടെ ഇരിക്കുന്ന കാണികൾ എന്ത് പഠിച്ചെടുക്കാനാണ് വന്നത്? ഇവിടെ എന്ത് കേൾക്കാനാണ് നിങ്ങൾ വന്നത്? ഇവിടെ നിങ്ങൾ കേൾക്കേണ്ടത് മാനവികത എന്ന് പറയുന്ന ഒരൊറ്റ വിഷയമാണ്. ഇവിടെ സംസാരിച്ചത് മുഴുവൻ മാനവികതയെക്കുറിച്ചാണ്. മാനവികത പറ്റിപ്പോവാത്ത ഒരു വലിയ കൂട്ടം നമ്മുടെ സമൂഹത്തിൽ ഇപ്പോഴുണ്ട്. നമ്മൾ പറയില്ലേ, എന്തുകൊണ്ടാണ് മൂല്യച്യുതി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ ഒരു മൂല്യച്യുതി സംഭവിച്ചിട്ടില്ല. ഒരു വിഭാഗം അങ്ങനെ എന്നും ഉണ്ടായിരുന്നു. പക്ഷേ നല്ല മനുഷ്യർ എന്നും ഈ ലോകത്തുണ്ട്. നമ്മുടെ വളർന്നു വരുന്ന ഈ തലമുറയെ നമ്മൾ പഠിപ്പിക്കേണ്ടത് മാനവികത എന്ന് പറയുന്നൊരു വിഷയമാണ്. ഇവര് പാഠപുസ്തകത്തിൽ നിന്ന് ഒരിക്കലും മാനവികത പഠിച്ചെടുക്കാൻ പറ്റില്ല. മാനവികത എന്ന് പറയുന്ന, ഹ്യൂമാനിറ്റി എന്ന് പറയുന്ന ഒരു സബ്ജക്ട് നമുക്ക് പഠിപ്പിക്കാനൊന്നുമില്ല. പക്ഷെ നേരെ മറിച്ച് നിങ്ങൾ വീട്ടിൽ നിന്ന് മാതാപിതാക്കൾ പഠിപ്പിച്ചു കൊടുക്കേണ്ട ഏറ്റവും വലിയ വിഷയമാണ് ഹ്യൂമാനിറ്റി എന്ന് പറയുന്നത്. പാരൻസ് തീർച്ചയായിട്ടും ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ചോദ്യം ഇതായിരിക്കും, അല്ലേ? കുട്ടി വളർന്നു വരുന്ന സമയത്ത് എന്താക്കാനാണ് ഉദ്ദേശിക്കുന്നത്, എന്താണ് ഇവന്റെ അല്ലെങ്കിൽ ഇവളുടെ ഭാവി പരിപാടി?
അപ്പൊ നമ്മൾ പറയും എന്റെ ആഗ്രഹം ഇവനെ ഒരു ഡോക്ടർ ആക്കണം എന്നുള്ളതാണ്, എഞ്ചിനീയർ ആക്കണം എന്നുള്ളതാണ് എന്നൊക്കെ നമ്മൾ പറയും. പക്ഷേ എത്ര പാരന്റ്സ് പറയുന്നുണ്ട് എന്റെ കുട്ടിയെ ഏറ്റവും പ്രധാനമായി നല്ലൊരു മനുഷ്യനാക്കി മാറ്റാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുന്ന എത്ര മാതാപിതാക്കൾ ഈ കൂട്ടത്തിലുണ്ടെന്നാണ് ചോദ്യം. ബോർഡിൽ ടീച്ചർ H2O എന്ന് എഴുതി കഴിഞ്ഞതിന് ശേഷം 2 ഹൈഡ്രജനും 1 ഓക്സിജനും ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ വെള്ളം ഉണ്ടാവും എന്ന് കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ ഏതെങ്കിലും ഒരു അധ്യാപകനോ അധ്യാപികയോ 2 ഹൈഡ്രജനും ഓക്സിജനും ചേർത്ത് വെച്ച് വെള്ളമുണ്ടാക്കി നോക്കിയിട്ടല്ല പഠിപ്പിക്കുന്നത്. പഠിച്ച ഒരു കാര്യം കുട്ടികളെ പഠിപ്പിച്ചു കൊടുക്കുക മാത്രമാണ് ചെയ്യുന്നത്. ആരെങ്കിലും 2 ഹൈഡ്രജനും 1 ഓക്സിജനും ചേർത്ത് വെച്ച് വെള്ളം ഉണ്ടാക്കിയിട്ടുമില്ല. പ്രകൃതിക്ക് മാത്രമേ വെള്ളം ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ നമ്മൾ പഠിപ്പിക്കുന്നു കുട്ടികളോട് എന്തിനു വേണ്ടി ഇത് പഠിക്കുന്നു, H2O വാട്ടർ എന്തിനു പഠിക്കുന്നു എന്ന് ചോദിച്ചാൽ കുട്ടികൾക്ക് പറയാനുള്ള ഉത്തരം എന്താണ്? പരീക്ഷയ്ക്ക് മാർക്ക് കിട്ടുവാൻ വേണ്ടി പഠിക്കുന്നു. ഇതാണ് അവർക്ക് പറയാനുള്ള ഉത്തരം. അതല്ല, ദാഹിക്കുന്നു ഭഗിനി കൃപാരസ മോഹനം കുളിർ തണ്ണീരുദാശു നീ ഓമലേ തരൂ തെല്ലെന്നത് കേട്ട് രാമനോഹരി അമ്പരം നോദിനാൾ അല്ലല്ലെന്തു കഥയിതു കഷ്ടമേ അല്ലലാലങ്ങു ജാതി മറന്നിതോ എന്ന് ചോദിച്ചപ്പോൾ ജാതി ചോദിച്ചില്ല ഞാൻ സോദരി. അണ്ടർലൈൻ ചെയ്യണം, കുട്ടികളുടെ മനസ്സിൽ കൊത്തിവെക്കണം. എന്ത്? ജാതി ചോദിച്ചില്ല ഞാൻ സോദരി, ഞാൻ ജാതി ചോദിച്ചില്ല, ഞാൻ ജാതി ചോദിക്കുകയുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് തൊണ്ട വറ്റി വരണ്ട് നിൽക്കുന്ന ഒരു ആനന്ദൻ കൈ നീട്ടി നിൽക്കുന്ന സമയത്ത് ആ കൈക്കുമ്പിളിലേക്ക് ഒരു ചണ്ടാല പെണ്ണ് ഒഴിച്ചു കൊടുക്കുന്ന വെള്ളം കോരി കുടിക്കുന്ന സമയത്ത് ആനന്ദന്റെ മനസ്സിലുണ്ടാവുന്ന നിർവൃതിയാണ് വെള്ളത്തിന്റെ മാനവികത എന്ന് പറയുന്നത്. ഈ മാനവികത നമ്മുടെ കുട്ടികളെ എത്രമാത്രം നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. ഇവരൊക്കെ ഇവിടെ ഇരിക്കുന്ന എത്രയോ കുട്ടികളുണ്ട്. ഈ കുട്ടികളൊക്കെ സ്വാഭാവികമായിട്ടും തിരുക്കുറളിൽ പറയുന്നത് പോലെ കാലം എല്ലാം തിരിച്ചു ചോദിക്കും, അല്ലേ? നിന്റെ സൗന്ദര്യവും സമ്പത്തും മായവും വ്യയവും എല്ലാം കാലം തിരികെ വാങ്ങും. അൻപേ പേശു ഇനിമയാഹ പേശു ചിന്തിത്ത് പേശു നന്മയെ പേശു ഉണ്മയെ പേശു പേശാതിരുന്നും പഴക്, അല്ലേ? അതാണ് തിരുക്കുറൾ പറയുന്നത്. നമ്മളെല്ലാം, ഈ കുഞ്ഞുങ്ങളെല്ലാം വലുതാവും. നമ്മളൊക്കെ അങ്ങനെയായിരുന്നു. അവര് വളർന്നു വന്ന് പ്രായമായി അവരുടെ സൗന്ദര്യവും സമ്പത്തും മായവും വ്യയവും എല്ലാം കാലത്തിന് തിരിച്ചു കൊടുത്ത് ഈ ഭൂമിയിൽ നിന്ന് നമ്മൾ സ്വാഭാവികമായിട്ട് മടങ്ങിപ്പോവേണ്ടതാണ്. ആ മടങ്ങിപ്പോകുന്നതിന് മുമ്പ് നമുക്ക് ഈ ഭൂമിയിൽ എന്ത് അടയാളപ്പെടുത്തുവാൻ സാധിക്കുന്നു? ഇതാണ് ചോദ്യം. ഇവിടുന്ന് നിങ്ങൾ പഠിച്ചെടുക്കുന്നത് മറ്റൊന്നുമല്ല. ഇവിടെ നിങ്ങൾ കേൾക്കാനോ കാണാനോ ആസ്വദിക്കാനോ തുള്ളിച്ചാടാനോ ഒപ്പം പാടാനോ ഒന്നുമില്ല ഇവിടെ. നേരെമറിച്ച് നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിന്റെ അടിത്തട്ടുകളിൽ നിങ്ങൾ ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് ഞാനും എന്നാലാവും വിധം എന്റെ കൂടെ നിൽക്കുന്ന ഒരാളെ ചേർത്ത് പിടിക്കുവാൻ എൻ്റെ കൈകൾ ഉയരും, അല്ലെങ്കിൽ ചേർത്ത് നിർത്തുവാൻ എൻ്റെ ഹൃദയം ചേർത്ത് വെക്കുമെന്നുള്ള മനോഭാവം നിങ്ങൾക്ക് വളർത്തുവാൻ സാധിച്ചെങ്കിൽ അത് മാത്രമാണ് ഇന്ന് നിങ്ങൾ ഇവിടെ നേടിയെടുക്കുന്ന പാഠം എന്ന് പറയുന്നത്.